ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈൻഡ് റീഡിങ്ങിനെ കുറിച്ചാണ്. മൈൻഡ് റീഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമോ പറ്റൂല എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. കുറെ പേര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് റീഡിങ് പോസിബിൾ അല്ല എന്നുള്ളൊരു ചിന്ത ഉള്ളവരുണ്ടാവും. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൈൻഡ് റീഡിങ് പോസിബിൾ ആണ്. സാധാരണഗതിയിൽ നമ്മൾ മൈൻഡ് റീഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ഒരാളെ അളക്കുന്നത്, അതായത് ബോഡി ലാംഗ്വേജ് വെച്ച് ഒരാളെ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പെടും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിപ്നോട്ടിസം അതൊരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈൻഡ് റീഡിംഗ് ആണ്. കാരണം നമ്മൾ വേറൊരു വ്യക്തിയുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക, അതായത് വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഒരു ഒബ്ജക്റ്റ് കാണിച്ചിട്ട് ഒരു ഇല്യൂഷൻ കാണിച്ചിട്ടൊക്കെ ആയിരിക്കാം. എന്നാൽ കൂടി ഒരാളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് ഹിപ്നോട്ടിസം. ആ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്തിട്ട് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തെടുക്കുക. സൈക്കോളജിസ്റ്റുകൾ അങ്ങനെയുള്ള ആളുകളാണ് അത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടെലികിനിസിസ്, പിന്നെ എന്താ പറയുക ടെലിപ്പതി, ഇതൊക്കെ നമ്മളുടെ മൈൻഡ് റീഡിങ്ങിന് ബന്ധപ്പെട്ടിട്ടുള്ള തന്നെ ടോപ്പിക്സ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും ഓരോ ടോപ്പിക്കായിട്ട് ചെയ്യാവുന്ന അത്രയും വലിയ ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, മൈൻഡ് റീഡിങ് എന്താണ് സംഭവം, ഇത് നടക്കുമോ, ഇത് മൈൻഡിന്റെ സ്റ്റേജസ് ഏതൊക്കെയാണ്, ഇത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലോട്ട് കിടക്കാം. സാധാരണഗതിയിൽ എന്താ പറയുക, മനസ്സിന്റെ രണ്ട് സ്റ്റേജസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡുമാണ്. ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈൻഡിന് 5 സ്റ്റേജസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് സാധാരണഗതിയിൽ നോക്കുമ്പോൾ സബ് കോൺഷ്യസും കോൺഷ്യസും മാത്രമേ നമ്മൾ പറയാറുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് ഒന്ന് ഡീപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ഇതുണ്ടെന്ന് പറയാം. അതായത് സബ് കോൺഷ്യസ് മൈൻഡ്, പിന്നെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, പിന്നെ കളക്റ്റീവ് കോൺഷ്യസ് മൈൻഡ്, പിന്നെ കോസ്മിക് കോൺഷ്യസ് മൈൻഡ്. ഈ 5 സ്റ്റേജസ് ആണ് മൈൻഡിനുള്ളതാണ് നമ്മളെ ഒരു കണ്ടുപിടുത്തലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് മൈൻഡ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, സബ് കോൺഷ്യസ് മൈൻഡ് പോരാ, നമ്മൾ കളക്റ്റീവ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിനെ, അതായത് മൈൻഡ് പവറിനെ കളക്റ്റീവ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൈൻഡ് റീഡിങ് സാധിക്കുള്ളൂ. നമ്മളുടെ മൈൻഡ് ഒരു സൂപ്പർ കോൺഷ്യസ് സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെലിപ്പതി സാധിക്കും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കളക്റ്റീവ് കോൺഷ്യസ് മൈൻഡിലോട്ട് എങ്ങനെ എത്താം എന്നുള്ളതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ കളക്റ്റീവ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മൾ എത്തണം, എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് റീഡിംഗ് ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒരാളെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാളെ കുറേയൊക്കെ റീഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരാളിപ്പോൾ ഹാപ്പി ആണോ സാഡ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൂമി ആണോ എന്നൊക്കെ നമുക്ക് അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. ബട്ട് ബോഡി ലാംഗ്വേജിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാഡ് ആയിട്ടുള്ള ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മുഖത്ത് ഒരു ഹാപ്പിനെസ് ഒക്കെ, അവർ അത്യാവശ്യം നല്ലൊരു വെൽ സെറ്റപ്പ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മൈൻഡൊക്കെ അത്യാവശ്യം പവർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പിനെസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലോട്ട് മൂഡുകളൊക്കെ എന്നാലും നമുക്ക് ഒരുവിധം എന്താ പറയുക, വലിയ കഴിവൊന്നും വേണ്ട, നമ്മളെ കൊണ്ടൊക്കെ തന്നെ ചെയ്യാൻ പറ്റും, അതായത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ മൈൻഡ് പവർ എങ്ങനെ കൂട്ടുക എന്നുള്ളതിനെ കുറിച്ചാണ്. മൈൻഡ് പവർ കൂട്ടണമെന്നുണ്ടെങ്കിൽ 0 തോട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ട്, അതിലോട്ട് എത്തണം. എന്താണ് ഈ സംഭവം? ആ സംഭവം എന്താ, 0 തോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പേരിൽ തന്നെ ഉണ്ട് 0 തോട്ട്. അതായത് നമ്മൾ എന്താ പറയാ, കോൺഷ്യസ് ആയിരിക്കുക, എല്ലാ കാര്യങ്ങളെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കുക. അതായത് ഒരു കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ പ്രസന്റില്, അതായത് ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ കാണുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളുടെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കും, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കും. അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അതായത് നമ്മൾ ഒരു പോയിന്റിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് സാധാരണഗതിയിലുള്ള മനുഷ്യന്മാർക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പ്രസന്റിൽ, അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ പക്കയായിട്ട് അതിലോട്ട് എങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തിലോട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് നമ്മളുടെ മൈൻഡ് ഒരു 0th സ്റ്റേറ്റിലോട്ട്, അതായത് ആ ഒരു 0 തോട്ട് സ്റ്റേറ്റിലോട്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കും. എളുപ്പമല്ല, എല്ലാവരും കൊണ്ടും പറ്റണമെന്നില്ല. ബട്ട് പ്രാക്ടീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നടക്കുക തന്നെ ചെയ്യും. ഈ ഒരു സ്റ്റേറ്റിലോട്ട് എത്തുമ്പോൾ നമ്മളുടെ ഉള്ളിലോട്ട് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളൊരു സംഭവമാണ്. അതായത് ഞാൻ എന്താ ഒരു വ്യക്തി, ആ ഒരു ഇതിലോട്ട് വരും. കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവും, നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് നമ്മളുടെ ഉള്ളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. യൂണിവേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ എത്രയും നിസ്സാരമാണ്, നമ്മളുടെ മൈൻഡ് എത്രയും ഇതാണ് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നതാണ് ഈ ലെവലിൽ എത്തിയവരൊക്കെ പറയുന്നത്. അതായത് വലിയ വലിയ ജ്ഞാനികളൊക്കെ ഈ ലെവലിലോട്ട് എത്തിയവരാണെന്നാണല്ലോ പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കൊരു ആ ഒരു 0 തോട്ട് സ്റ്റേജിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളുടെ മൈൻഡ് ലെവല് പതുക്കെ ഇൻക്രീസ് ആവാൻ തോന്നും.
അതായത് നമ്മളുടെ എനർജി ഉണ്ടല്ലോ, നമ്മളുടെ മൈൻഡിന്റെ, അതായത് ആ എനർജി ഇൻക്രീസ് ചെയ്യും. നമ്മൾ ആദ്യം തന്നെ ആ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എന്താ പറയുക, ഇത് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മൾ എന്താ പറയുക, നമുക്ക് അതിലോട്ടുള്ള ഒരു ആക്സസ് കിട്ടും. നമ്മൾ പിന്നെയും ഇത് കൂടുതൽ 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 നമ്മളെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യിപ്പിച്ച്, നമ്മളെ മൈൻഡിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് എങ്ങനെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ സൂപ്പർ കോൺഷ്യസിലോട്ട് എത്താം. അതേപോലെ വീണ്ടും അവിടെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളക്റ്റീവ് കോൺഷ്യസിലോട്ട് എത്താം. അതേപോലെ തന്നെ വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, കോസ്മിക് കോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലോട്ട് എത്താം. ബട്ട് ഇതൊക്കെ എന്താ പറയാ, ഒരു സാധാരണ ഒരാളെ കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രക്കൊരു ഡെഡിക്കേഷനും നമ്മളെ അതിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങണം. അല്ലാതെ നമ്മളെപ്പോലുള്ള ചുമ്മാ ഇതെന്താ പറയാ, ഒരാളെ മൈൻഡ് റീഡ് ചെയ്യണമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ചുമ്മാ പോയി മെഡിറ്റേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആ ഒരു ലെവലിലോട്ട് എത്തണം. പിന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസർച്ച് നടത്തുന്നവരാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ വിടുന്നത്. ബട്ട് ഈ ഒരു സ്റ്റേറ്റിൽ എത്തിയിട്ടുള്ള ആളുകളൊന്നും ഇത് പറഞ്ഞു നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. പിന്നെ ഈ മൈൻഡ് പവർ കൂടുന്നത് നമുക്ക് തന്നെ മനസ്സിലാവുന്ന, നമുക്കൊരു ഫീൽ വരും. അതായത് നമ്മളുടെ ഓറ അല്ലെന്തെങ്കിലും നമ്മളുടെ മൈൻഡ് ഒരു ലെവലിലോട്ട് വളരുമ്പോൾ ഇതെങ്ങനെ മനസ്സിലാകുന്നതായിരിക്കും ഒക്കെ നിങ്ങൾ ചിന്തിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് തോന്നും. നമ്മളെ ഇച്ചിരി കൂടെ എന്തൊക്കെയോ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളെ സാധാരണ കോൺഷ്യസ് മൈൻഡ് അവിടെയൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു വിധം നമ്മളെന്തൊക്കെയോ എന്താ പറയാ, കാര്യങ്ങളൊക്കെ നമുക്ക് കത്തി തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒക്കെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളുടെ മൈൻഡ് പവർ കൂടുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം പറയാന്നുണ്ടെങ്കിൽ ഇത് ക്വാണ്ടം ഫിസിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു സംഭവമാണ്. ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു, ടോമസ് യങ് എന്നാണ് ആളെ പേര്. ആളൊരു എന്താ പറയുക, ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോൺ വേവ് സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു രണ്ട് സ്ലിറ്റിന്റെ ഇടയിൽ കൂടെ ഇലക്ട്രോൺ ഗൺ വെച്ച് കഴിഞ്ഞിട്ട് ഇലക്ട്രോൺസ് പാസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എടുക്കുകയാണ് ചെയ്തത്. അതിന്റെ റിസൾട്ട് എടുത്തപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരു റിസൾട്ടും ഒബ്സർവ് ചെയ്യാത്ത സമയത്ത് വേറൊരു റിസൾട്ടും ആയിട്ടാണ് കിട്ടിയത്. അതായത് നമ്മൾ അതിലോട്ട് നോക്കുമ്പോൾ റിസൾട്ട് വരെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രോൺ ഗൺ വെച്ചിട്ട് നമ്മളൊരു സ്ലിറ്റിലൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ റിസൾട്ടും ഒബ്സർവ് ചെയ്യാത്തപ്പോൾ ഒരു റിസൾട്ടും. അത് നമ്മൾ വിചാരിക്കുന്നത് അതിനൊക്കെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാവും മൈൻഡിന്റെ ഒരു പവറാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വരുന്നത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്താന്ന് പറയുന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് യൂണിവേഴ്സിന്റെ ഏതറ്റത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും ഇതിനുണ്ടാകുന്ന ചേഞ്ചസ് ഓപ്പോസിറ്റ് ആയിട്ട് ഇതിനും ചേഞ്ചസ് ഉണ്ടാവും. വല്ലതും കത്തിയ ഇതില് എല്ലാവർക്കും ഇത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോയിൻ എടുക്കുക. ഒരു കോയിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഹെഡും ടൈലും ഉണ്ടാവുമല്ലോ. ഇത് നമ്മൾ ആ ഒരു മാറ്ററാന്ന് വിചാരിച്ചിട്ട് അത് രണ്ട് ഭാഗമാക്കിയിട്ട് ഒരെണ്ണം ഭൂമിയുടെ ഈ അറ്റത്ത് വെക്കാം, ഒരെണ്ണം ഭൂമിയുടെ അറ്റത്ത് വെക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിതിൽ ഹെഡ് കാണിക്കുമ്പോൾ അപ്പുറത്ത് ടൈലായിരിക്കും. നമ്മൾ ഈ സാധനം തിരിക്കുമ്പോൾ അതേപോലെ തന്നെ അപ്പുറത്തെ സാധനം ഇങ്ങനെ തിരിയും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അതിങ്ങോട്ട് തിരിയും. ഈ ഒരു സംഭവമാണ് ആ ഒരു സംഭവം. ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുന്നത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സംഭവം ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതിനെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂക്കി ആക്ഷൻ ഡിസ്റ്റൻസ് എന്നാണ് ആ ഒരു ടേമാണ് ആള് യൂസ് ചെയ്തത്, ആൽബർട്ട് ഐൻസ്റ്റീൻ. വേറെ ലെവല്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് ഒന്ന് എന്താ പറയാ സീറോ തോട്ട് സ്റ്റേജിലോട്ട് ഉയർത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മൈൻഡ് എന്താ പറയാ കോൺഷ്യസ് മൈൻഡിനെ സബ് കോൺഷ്യസ് ആക്കണം, പിന്നെ സൂപ്പർ കോൺഷ്യസ് ആക്കണം, പിന്നെ കളക്റ്റീവ് കോൺഷ്യസ് ആക്കണം, പിന്നെ അങ്ങനെ ഒക്കെ ആക്കി ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം പോസിബിൾ ആവുള്ളൂ. ഈ ഒരു കാര്യം ഒരാളും പഠിക്കാനോ പഠിപ്പിക്കാനോ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് എത്തിയവർ അത് അവരുടെ കാര്യവും ഇത് അന്വേഷിച്ച് ഇങ്ങനെ പൊക്കോളും. അല്ലാതെ അതിനു വേണ്ടിയിട്ട് അങ്ങനെ പഠിപ്പിക്കാനോ നിൽക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അനുമാനം. അതായത് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റി എങ്ങനെ വരും. ഒരു യോഗയും പോട്ടെ, മെഡിറ്റേഷൻ്റെ ഒക്കെ ഒരു ലെവലില് മെഡിറ്റേഷൻ, ധ്യാനം, ഇത്യാദി സംഭവങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമ്മളുടെ മൈൻഡിന്റെ തന്നെ പവർ കൂട്ടാൻ പറ്റും. ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ല രീതിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ വേറെ ലെവലാക്കി കളയാൻ പറ്റും നമുക്ക്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തു ആവട്ടെ, മുഹമ്മദ് നബി ആവട്ടെ, അതേപോലുള്ള വലിയ ലെജൻസ്, അതേപോലെ നമ്മളുടെ എന്താ പറയാ വലിയ സന്യാസി വര്യന്മാര്, അതേപോലെ നമ്മളുടെ ബുദ്ധൻ, അതേപോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ ഒരു സ്റ്റേറ്റിലോട്ട് അവരുടെ മൈൻഡിനെ എത്തിച്ചവരായിരിക്കും. കാരണം നമുക്ക് അവരുടെ ആ ഒരു ജീവിത രീതിയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും. അതേപോലെ നമ്മളെ
നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരെ കൊണ്ട് എത്തണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. പറ്റില്ല എന്നല്ല, എല്ലാവരുടെയും മനസ്സും കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. ബട്ട് നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കേണ്ടി വരും. അത് സാധാരണക്കാരനായ ഒരാളെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ ആ ഒരു കോസ്മിക് സ്റ്റേറ്റിലോട്ടൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇത്തിരി ഇടങ്ങാറായിരിക്കും. ബട്ട് നമുക്കൊരു സബ് കോൺഷ്യസ് മൈൻഡും സൂപ്പർ കോൺഷ്യസ് മൈൻഡും ഒക്കെ നമുക്ക് അത്യാവശ്യം പണിയെടുക്കാന്നുണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാനിതുവരെ ഇപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കേണ്ടാവും എനിക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് കമന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഒന്നുമില്ല. നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് എന്താ പറയുക, അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യുമെന്നുള്ള ഒരു റിക്വസ്റ്റ് വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ മൈൻഡ് റീഡ് ഒന്നും ഇതുവരെ ആരെയും ചെയ്തിട്ടില്ല. അതിനുള്ള കഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ല, എനിക്കറിയാതെ. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയപ്പോൾ അതെന്താണ് സംഭവം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതേപോലെ തന്നെ ഒരുപാട് റിക്വസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചെയ്യാണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ മൈൻഡ് റീഡിങ്ങിനെ കുറിച്ചിട്ടുള്ള എന്താ പറയുക, എന്താണ് അതിന്റെ പിന്നിലെ സയൻസ് എന്നും ഇതെന്താ സംഭവം എന്നും അത് പിന്നെ 5 സ്റ്റേറ്റ് ഓഫ് മൈൻഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് എന്താ പറയുക, മനസ്സിലായി ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റിക്വസ്റ്റ് അയക്കാവുന്നതാണ്, ഐ മീൻ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ID RAZDEN ആണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഗൈസ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരു ചെറിയൊരു അറിവ് പകർന്ന് തന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്.